പശ്ചിമേഷ്യയിൽ US-ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്രമന്ത്രിമാർക്ക് 3 പ്രധാന നിർദ്ദേശങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് ഭരണപരമായ കാര്യങ്ങളിൽ വേഗതയും സുതാര്യതയും ഉറപ്പാക്കാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും പ്രധാനമന്ത്രി കർശന നിർദ്ദേശം നൽകിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയെയും ഇന്ധനവിലയെയും ബാധിച്ചു തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ അടിയന്തര ഇടപെടൽ. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ LPG ഇറക്കുമതിയെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രിസഭാ യോഗം വിലയിരുത്തി. ഈ പ്രതിസന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കാതിരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ രാജ്യം നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളി മറികടക്കുന്നതിനായി ഭരണപരമായ വേഗതയും സുതാര്യതയും ഉറപ്പാക്കണമെന്നും കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകി. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ മുതൽ മന്ത്രിമാർ വരെ ഫയലുകളിൽ ഉടനടി തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചുവപ്പ് നാടുകൾ കാരണം പദ്ധതികൾ വൈകുന്നത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും നടപടിക്രമങ്ങൾ എത്രയും വേഗം ലളിതമാക്കണമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധ സാഹചര്യങ്ങൾ നീണ്ടുപോയാൽ ഇന്ധന വിതരണത്തിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ ക്രൂഡ് ഓയിൽ LPG എന്നിവയുടെ ലഭ്യത കുറവ് പരിഹരിക്കാൻ ബയോഗ്യാസ്, സൗരോർജ്ജം തുടങ്ങിയ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് രാജ്യം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പരമ്പരാഗത ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള പദ്ധതികൾക്ക് മന്ത്രാലയങ്ങൾ വലിയ മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഇതിനകം തന്നെ പെട്രോൾ, ഡീസൽ വിലകളിൽ ലിറ്ററിന് 4 രൂപയോളം വർധനവ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അനാവശ്യമായ ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി എല്ലാ മന്ത്രാലയങ്ങളും അനാവശ്യ ചെലവുകൾ പൂർണ്ണമായി ഒഴിവാക്കി കർശനമായ സാമ്പത്തിക അച്ചടക്കം പാലിച്ച് മുന്നോട്ടു പോകണമെന്നും ശക്തമായി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും അതുമൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല മന്ത്രിതല സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിരിക്കുന്ന ഈ സമിതിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി തുടങ്ങിയ പ്രമുഖ മന്ത്രിമാരാണ് അംഗങ്ങളായിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള സാഹചര്യങ്ങളും മാറ്റങ്ങളും വിലയിരുത്തുന്നതിനൊപ്പം ഇന്ത്യയിലെ നിലവിലുള്ള ഇന്ധന ശേഖരം ദിവസേന കൃത്യമായി നിരീക്ഷിക്കുക എന്നതും ഈ സമിതിയുടെ പ്രധാന ചുമതലയാണ്. യുദ്ധ സാഹചര്യങ്ങൾ കാരണം വിപണിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റം ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും രാജ്യത്തുടനീളം തടസ്സമില്ലാത്ത ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര തന്ത്രങ്ങളും പദ്ധതികളും മെനയുന്നത് ഈ ഉന്നതതല സമിതിയുടെ നേതൃത്വത്തിലായിരിക്കും. അന്താരാഷ്ട്ര തലത്തിൽ US-ഇറാൻ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെങ്കിലും രാജ്യത്ത് നിലവിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഉന്നതതല സമിതി അധ്യക്ഷനും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഇന്ത്യയിൽ നിലവിൽ ആവശ്യത്തിന് ക്രൂഡ് ഓയിൽ, LPG, മറ്റു ഊർജ്ജ സ്രോതസ്സുകൾ എന്നിവയുടെ കരുതൽ ശേഖരം ലഭ്യമാണെന്നും വിപണിയിലെ വിതരണ ശൃംഖല തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സർക്കാർ മുൻകൂട്ടി തന്നെ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. യുദ്ധ സാഹചര്യങ്ങൾ ആഭ്യന്തര വിപണിയെ ബാധിക്കാതിരിക്കാൻ മന്ത്രാലയങ്ങൾ ജാഗ്രതയോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും രാജ്യം നേരിടുന്ന ഈ താൽക്കാലിക സാമ്പത്തിക വെല്ലുവിളിയെ മറികടക്കാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം രാജ്യം ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ താൽക്കാലികം മാത്രമാണെന്നും 2047 ഇന്ത്യയെ ഒരു പൂർണ്ണ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ദീർഘകാല ലക്ഷ്യത്തിൽ നിന്ന് രാജ്യം യാതൊരു കാരണവശാലും പിന്നോട്ടു പോകില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിസഭാ യോഗത്തിൽ ദൃഢമായി ഓർമ്മിപ്പിച്ചു. നിലവിലുള്ള ഇത്തരം പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും പുതിയ വികസന അവസരങ്ങളാക്കി മാറ്റാൻ എല്ലാ മന്ത്രാലയങ്ങളും പരസ്പരം ഏകോപിപ്പിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമായി നിലനിർത്തുന്നതിനായി താൻ മുന്നോട്ട് വെച്ച 3 സുപ്രധാന നിർദ്ദേശങ്ങളും എല്ലാ വകുപ്പുകളും കർശനമായും സമയബന്ധിതമായും നടപ്പിലാക്കണമെന്നും പ്രതികൂല സാഹചര്യങ്ങളിലും വികസന മുന്നേറ്റത്തിന്റെ വേഗത കുറയാതിരിക്കാൻ മന്ത്രിമാർ അതീവ ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.